ബിഗ് ബോസ് മലയാളം സീസൺ 8 വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മലയാളികളെല്ലാവരും. ഫെബ്രുവരി മാസമൊക്കെ ആയല്ലോ. അതുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള പ്രഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് പേരുടെ പേരുകൾ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. മത്സരാർത്ഥികളായിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 8 വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ബിനുവിന്റേത്. കഴിഞ്ഞ 2 ബിഗ് ബോസ് മലയാളം സീസണുകളിലെയും വിജയിയായിട്ടുണ്ടായിരുന്ന ജിൻഡയുടെയും അനുമോളുടെയും PR വർക്കൊക്കെ ഏറ്റെടുത്ത് നടത്തിയിരുന്നത് PR വിനു ആണ്. ഇദ്ദേഹം തീർച്ചയായിട്ടും മിക്കവാറും ബിഗ് ബോസ് മലയാളം സീസൺ 8 ഉണ്ടാകാൻ വളരെയധികം സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും പറയുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സീമ വിനീത് ആയിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 8 വരിക എന്നുള്ള രീതിയിലുള്ള വാർത്തകളും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ചിലപ്പോൾ സീമ വിനീത് ആയിരിക്കും അങ്ങനെ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ബിഗ് ബോസിലേക്ക് എത്തുക എന്നും പുറത്തു വരുന്നുണ്ട്. മൂവി റിവ്യൂ ഒക്കെ പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇപ്പോൾ തരംഗമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അലിൻ ജോസ് പരേര. ഇദ്ദേഹം ബിഗ് ബോസ് മലയാളം സീസൺ 8 ഉണ്ടാകുമെന്ന് കൂടുതൽ രീതിയിലും പുറത്തു വരുന്ന വിവരങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ എല്ലാ സീസണുകളിലും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു വ്യക്തി തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റ്. എന്നാൽ ഇതുവരെയായിട്ടും ഒരു ബിഗ് ബോസിൽ പോലും അദ്ദേഹം എത്തിയിട്ടില്ല. തീർച്ചയായിട്ടും ഇപ്രാവശ്യമെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഏറെ ശ്രദ്ധ നേടുന്നത് ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ ലോകത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യയിൽ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതൊക്കെ തന്നെയും നമ്മുടെ രാഹുൽ ഈശ്വറിനെ കുറിച്ച് തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും തരംഗമായി മുന്നേറുകയാണ് രാഹുൽ ഈശ്വർ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബിഗ് ബോസിൽ മിക്കവാറും രാഹുൽ ഈശ്വർ ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായം. മലയാളി ഹൗസ് എന്ന് പറയുന്ന ഒരു ഷോയിലൂടെയാണ് ഇദ്ദേഹം ശ്രദ്ധ നേടിയത്. ഇനി ബിഗ് ബോസിലേക്കും ഇദ്ദേഹം എത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ 2-3 സീസണുകളിലൊക്കെ തന്നെയും തൊപ്പി ഉണ്ടാകുമെന്ന് പൊതുവെയുള്ളൊരു അഭിപ്രായമായിരുന്നു. ബിഗ് ബോസ് മലയാളം 8 തൊപ്പി ഉണ്ടാകുമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. കഴിഞ്ഞ എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും ഉണ്ടായിരുന്ന 2 പേരായിരുന്നു ആഷിയുടേതും അതുപോലെ തന്നെ ജാസിയുടേതും. ഗേ കപ്പിൾസായ ഇവര് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 8 ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. നിരവധി സൂപ്പർ ഹിറ്റ് പരമ്പരകളിലൂടെ അതിലുപരി ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം സീരിയലിന്റെ 1ാം ഭാഗത്തിൽ ബാലൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ സീസണിലെങ്കിലും ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്നത്. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും സജീവ സാന്നിധ്യമായി നിന്നുകൊണ്ട് പലപ്പോഴായിട്ടും വീഡിയോകളൊക്കെ തന്നെയും വൈറലായ ഒരു വ്യക്തിയുടേതാണ് നാഗ എന്ന് പറയുന്നത്. ബാബുസ്വാമി എന്നൊക്കെ പറയുന്ന വീഡിയോ നമ്മളെല്ലാവരും കണ്ടതും കൂടെയാണ്. ഈ ബാബുസ്വാമിയെ വൈറലാക്കിയ നമ്മുടെ നാഗ ചേച്ചി തീർച്ചയായിട്ടും ബിഗ് ബോസ് 8 ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്നത്. ഇതിൽ ആരൊക്കെയാണ് തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 8 ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.